ഹലോ ഗായ്സ്, വെൽക്കം ടു അബീസ് വ്ലോഗ്സ്. അപ്പോൾ ഗായ്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അഡ്വൈസാണ്. അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ല, എന്നെങ്കിലും എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന സംഭവം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ സൗഹൃദങ്ങളാകാം, പക്ഷെ സൗഹൃദങ്ങൾ നോക്കിയും കണ്ടും മാത്രം സൗഹൃദത്തിലാവുക. പല ആൾക്കാരും ഉണ്ടാവും, പല ചിന്താഗതിക്കാർ. ചിലപ്പം നമ്മളെ കുഴി ചാടിക്കുക. ചില സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ മുന്നിലേക്ക് നയിക്കും, എന്നിട്ട് പിന്നെയും ഇന്ന് കുത്തും, എന്നിട്ട് അവർ കാലുവാരും. അങ്ങനെ സൗഹൃദങ്ങളാണ് കൂടുതലും ഇപ്പോൾ വന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, സൗഹൃദം എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. നമ്മളെ കുഴി കൊണ്ട് ചാടിക്കുമ്പോൾ സൗഹൃദങ്ങളായിരിക്കും കൂടുതൽ. നമ്മൾ ചെയ്യണ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന, നമ്മൾ ചെയ്യണ തെറ്റാണെന്ന് പറയണം, നമ്മുടെ കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങൾ കുറവാണ്. അത് കണ്ടുപിടിക്കാനും നല്ല പാടാണ്. അത് കണ്ടുപിടിക്കുന്നവനാണ് സൗഹൃദത്തിൽ ജയിക്കുന്നവൻ. ഞാൻ അങ്ങനെ മുഴുവനായിട്ട് ജയിച്ചിട്ടില്ല, എങ്കിലും ഒരു പരമാവധി ഞാൻ ജയിച്ചിട്ടുണ്ട്. കാര്യം ഓരോ അനുഭവത്തിൽ നിന്നും നമുക്ക് ഓരോ തിരിച്ചറിവുണ്ടാവുമല്ലോ. അങ്ങനെ തിരിച്ചറിവിലൂടെ നമ്മളെല്ലാം പഠിക്കുള്ളൂ. അല്ലാണ്ട് ഉടനെ ഒറ്റടിക്ക് സൗഹൃദപ്പെട്ട് ആരും പഠിക്കുകയൊന്നുമില്ല. ഇതിൽ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ സൗഹൃദത്തിലൂടെ ചതിക്കപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ അനുഭവം ഞാനായിട്ട് പങ്കുകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടുകൂടി പിന്നെ എനിക്കും കുറേ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. സൗഹൃദം എപ്പോഴും നല്ലത് തിരഞ്ഞെടുക്കുക. നമ്മളെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന, നല്ല കൂടെ നിൽക്കുന്ന സൗഹൃദം നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് നല്ല സൗഹൃദം. അപ്പോൾ ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ഓപ്പി ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.